ഹലോ എവ്രി വൺ, നമ്മളിന്ന് വന്നിരിക്കുന്നത് യുലർബ വാക്കിംഗ് ട്രാക്കിലാണ്. ഇതൊരു 6 കിലോമീറ്റർ കൂടുതൽ നടക്കാനുള്ള സീനിക് വ്യൂസും വാട്ടർഫാൾസും പിക്നിക് പ്ലേസസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത് ആക്ച്വലി 250 കിലോമീറ്റർ സ്ട്രെച്ചിൽ ന്യൂ കാസിൽ മുതൽ സിഡ്നി വരെ കിടക്കുന്ന ഗ്രേറ്റ് നോർത്ത് വാക്കിൻ്റെ ഭാഗമാണ്. കോസ്റ്റൽ റെയിൻ ഫോറസ്റ്റിൽ കൂടിയുള്ള ഈ യാത്രയിൽ നമ്മൾ പല ക്രീക്കും വാട്ടർഫാൾസും ഒക്കെ കാണും നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുന്നേ. ആൻഡ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് ആക്ച്വലി എ റിയൽ സർപ്രൈസ്. ബേസിലി മാപ്പിൽ കാണിച്ചു തരുന്നത് നമ്മൾ നടക്കാൻ പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? ആൻഡ് ഡു വാച്ച് ദ ഫുൾ വീഡിയോ ടു സീ വേർ വി ഫൈനലി റീച്ച്. ഇറ്റ്സ് എ റിയൽ സർപ്രൈസ്. അപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന ഈ ഗ്ലെൻറോക്ക് ലഗൂണിൻ്റെ 2 കിലോമീറ്റർ വാക്ക്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട്. ലഗൂൺ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ആക്ച്വലി വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. ശരിക്കും ഇത് ഫോറസ്റ്റാണ്, കാടാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോയിൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ നടക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടിയാണ്. ഒരു ബ്രിഡ്ജാണ്, ഒരു കാടിൻ്റെ നടുക്കേ കൂടെ ഉണ്ടാക്കിയേക്കണ ബ്രിഡ്ജ്. അപ്പോൾ അത് താഴെ ഇങ്ങനെ ആക്ച്വലി വെള്ളത്തിൻ്റെ ഇത് കാണാൻ പറ്റും. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് കാണിച്ചു തരാം. ഇനി ഇതിങ്ങനെ ഒരു ലോങ് ഇതാണ്. അപ്പോൾ ആ ബ്രിഡ്ജ് കഴിഞ്ഞു. നമ്മളിത് ഇനി കോൺക്രീറ്റ് ചെയ്തൊരു റോട്ടിൽ കൂടെയാണ്. കോൺക്രീറ്റ് അല്ലേ ഇത്? ടാറാണോ? ഓക്കെ, ടാർ ചെയ്തൊരു റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ചെറിയ വഴിയാണ്. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിൽ കൂടെ ഉണ്ടാക്കിയേക്കുന്ന ഒരു വഴിയാണ്. വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര വലിയ മരങ്ങളാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നടന്നെത്തുമ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ നടന്നപ്പോൾ ഒരു കഥ ആക്ച്വലി ഓർത്തു. കഥയല്ല, ആക്ച്വലി നടന്നൊരു കാര്യം. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നത് എൻ്റെ ചാച്ചൻ ഇവിടെ വന്ന സമയത്താണ്. അപ്പോൾ ചാച്ചൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഇന്നിപ്പോൾ രാവിലെയാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. വെളുപ്പിനെന്ന് വെച്ചല്ല, ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞുള്ളൂ. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നത് വൈകിട്ടൊരു 4 മണി സമയത്താണ്. അപ്പോൾ ഇത് നല്ല കാടാണല്ലോ. അപ്പോൾ കാട് ആയതുകൊണ്ട് തന്നെ എന്തായിരുന്നു, നേരത്തെ ഇരുട്ടും. എന്ന് വെച്ചാൽ ഇവിടെ വെട്ടം കുറയും. പിന്നെ അത് കഴിഞ്ഞ് ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മുടെ ലൈറ്റൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ 4 മണിക്കാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ഏകദേശം എനിക്ക് തോന്നുന്നത് 6 മണിയൊക്കെ കഴിഞ്ഞു. കാരണം ഒരു 1 hour അങ്ങോട്ടും 1 hour ഇങ്ങോട്ടും നടക്കാനുണ്ട്. അപ്പോൾ തിരിച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വെട്ടം കുറവാണ്, വിസിബിലിറ്റിയൊക്കെ അത്യാവശ്യം വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനായിരുന്നു ഫ്രണ്ടിൽ നടക്കുന്നത്. ബേസിലും ചാച്ചനും പുറകിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ഒരിടത്ത് ഒരു ചുള്ളിക്കമ്പ് പോലെ കിടക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒച്ചയെടുത്തു. എനിക്ക് എന്തുകൊണ്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പേടി തോന്നി. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ബേസിലും ചാച്ചനും ഓടി വന്ന് എന്തായിരുന്നു ഫോണിൻ്റെ വെട്ടടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ആക്ച്വലി ഒരു കുഞ്ഞ് പാമ്പായിരുന്നു. ഓസ്ട്രേലിയ പാമ്പുകൾക്ക് ഫേമസ് ആണ്. പക്ഷേ ഞാൻ വന്നിട്ട് 1 year ആയി, ഇതുവരെ ഞാൻ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബേസിൽ വന്നിട്ട് 7 കൊല്ലമായി. ബേസിൽ ഇതുവരെ ഒരു പാമ്പിനെ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഇങ്ങനെ എല്ലാവരും പറയും നിറയെ പാമ്പുണ്ട് ഇവിടെയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അന്ന് പാമ്പിനെ കണ്ടു. ഒരു കുഞ്ഞു പാമ്പായിരുന്നു. അതങ്ങ് കടന്നു പോവുകയും ചെയ്തു. ഞങ്ങൾ മാറിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടാണ്. അത് പക്ക കാടായതുകൊണ്ടായിരിക്കാം. പിന്നെ ആ സമയവും വൈകിട്ട് 6 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കൂടെ നടക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം നമുക്ക് ലൈറ്റിങ്ങൊക്കെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം കാടാണ്.
അപ്പോൾ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അറിയണമെങ്കിൽ ആക്ച്വലി വീഡിയോയുടെ അവസാനം വരെ കാണണം. ശരിക്കും ഭയങ്കര ഒരു സർപ്രൈസ് ഉണ്ട് അവസാനം. എനിക്ക് നാട്ടിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ അവസാനം ചെന്ന് എത്തുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ ലാസ്റ്റ് വരെ കാണണം. ഇത് ആൾക്കാരൊക്കെ വാക്കിംഗ് ജോഗിങ് ഒക്കെ ആയിട്ട് രാവിലെ വരുന്നുണ്ട്. ഹേയ്, ഗുഡ് മോർണിംഗ്. അവരൊക്കെ തിരിച്ചു പോകുന്നതാണ്. കുറച്ചും കൂടെ നേരത്തെ വരുവാണെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ഒരു 6:45 ആകുമ്പോൾ രാവിലെ നേരം വെളുക്കും. അപ്പോൾ ഞങ്ങളിന്നൊരു 7:15 ആയപ്പോഴാണ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. 7:15 അപ്പോൾ നേരത്തെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഉള്ള എന്താ പറയുക ഏർലി മോർണിംഗ് സീൻസൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം കണ്ട ആ അരുവി അല്ലെങ്കിൽ ചെറിയൊരു പുഴയുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതേ എൻ്റെ മുന്നിൽ കാണുന്നത്. ഇപ്പം ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇങ്ങനെ ഒരു പുഴയുണ്ട്. അപ്പോൾ നമ്മളതിനി ശരിക്കും ക്രോസ് ചെയ്യാൻ പോകണം. ആദ്യം നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ. ശരിക്കും ഈ വഴിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പുഴയിലേക്ക് എത്താൻ പറ്റും. നമ്മളതൊന്നും എടുക്കുന്നില്ല, നമ്മൾ നോർമൽ റൂട്ട് തന്നെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ പുഴയുടെ കുറുകെയുള്ള പാലത്തിലേക്ക് കയറുവാണ്. അപ്പോൾ നമ്മൾ അവിടെ ആക്ച്വലി ആ പുഴേനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒത്തിരി ഇല്ല, കാരണം മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. പിന്നെ ഇവിടെ വിൻ്ററാണ്. അതെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ഇനി അതിൻ്റെ 2 സൈഡിലും അതാ ഇതിൻ്റെ ഒഴുക്ക് ഏത് വശത്തുനിന്ന് ഓക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു. വെള്ളം വളരെ കുറവാണ്. നിങ്ങൾക്ക് പാറയൊക്കെ കാണാൻ പറ്റും. ചില സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല, ഇതൊക്കെ ഫുൾ മൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അപ്പുറത്തെ വശം. അങ്ങനെ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ബ്രിഡ്ജ് നമ്മൾ കടന്നു. അതെ, കാക്ക, നമ്മുടെ സ്വന്തം കാക്ക. ഇതുപോലത്തെ കാക്കേനെ ഇവിടെ ഒത്തിരി കാണാറില്ല. ഇവിടുത്തെ സ്കാവഞ്ചേഴ്സ് എന്നാണ് ഇതിനെ പറയുക. ഇവിടെ വെള്ള നിറവും കൂടെ ഉള്ള കാക്കയുണ്ട്. അതാണ് എപ്പോഴും കാണുന്നത്. ഇത്രയും ഫുള്ളി കറുപ്പുള്ള കാക്കകളെ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇനി ഇവിടെ 2 വഴിയുണ്ട്. അങ്ങോട്ടേക്ക് ആക്ച്വലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പോകുന്നത് നോർമൽ റൂട്ടാണ്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പിക്നിക്ക് പോലെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ വീണ്ടും നമ്മൾ നടക്കുകയാണ്. നമ്മൾ പിക്നിക് സ്പോട്ടിലേക്ക് പോകുന്നില്ല. വേണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് അത് കാണിക്കാം. അവിടെ ഇങ്ങനെ വുഡൻ ബെഞ്ചും ചെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ വീണ്ടും നമുക്ക് പുഴയൊക്കെ കാണാം. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കാടുകളുടെ ഒരു പ്രത്യേകത, അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്ര തിക്കായിട്ടുള്ള ഇങ്ങനെ മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമല്ല. കുറച്ച് കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഷ്രബ്സും ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറ്റിച്ചെടികൾ പോലത്തെ കുറച്ചൊക്കെ ഉണ്ട്. വലിയ മരങ്ങളും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നൊരു ഫീലിംഗ് അല്ല. പിന്നെ പച്ചപ്പും വ്യത്യാസമുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നാട്ടിലെ ഒരു പച്ച നിറം അല്ല ഇവിടുത്തെ കാടുകൾക്ക്. ലഷ് ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രീൻ അല്ല ഇവിടുത്തെ കളറ്. ഒരു മങ്ങിയ പച്ചയാണ്. അതന്നെ പൊടി പിടിച്ച് കിടക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക കാട്ടിൽ പോകുന്ന ആ ഒരു ഫീലിംഗ് അല്ല ഇവിടെ വരുമ്പോൾ. ബാക്കിയല്ല എന്താ പറയുക വെതറും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ച എന്ന് പറയുന്നൊരു ഇത് നമ്മുടെ നാട്ടിലെ കാടുകളിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇവിടെ വേറെ സ്റ്റേറ്റിൽ ക്വീൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കുറച്ചും കൂടെ ലഷ് ഗ്രീൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. ട്രോപ്പിക്കൽ വെതറാണ് അവിടെ. അപ്പോൾ ശരിക്കും നമ്മുടെ പോലത്തൊക്കെ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു പൊടി പിടിച്ച പച്ചയാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ബോർഡുണ്ട്. അതെ, അപ്പോൾ നമ്മൾ യുലർബ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ട്രാക്കുകളുണ്ട്, പല ലുക്ക് ഔട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും
യുലാർബ ട്രാക്കിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ അതെ ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഇപ്പം നമ്മൾ മറ്റേ ടാറിട്ട റോട്ടിൽ നിന്നൊക്കെ പോന്നു. ഇപ്പോൾ ഒരു സാധാ വഴിയാണ്. ഇനി ഇതേ അങ്ങോട്ടേക്ക് ഒത്തിരി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുഞ്ഞു വെള്ളച്ചാട്ടം ഒക്കെ പോലെ, കാരണം ഒരു സ്റ്റെപ്പ് വ്യത്യാസമുണ്ട് അങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ആൾക്കാർ റോക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ വരുന്നത്. ചെറിയതാട്ടോ, ഒത്തിരി വലിയ സ്ഥലമല്ല, പക്ഷേ റോക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പം മഴ പെയ്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് നമുക്കിവിടെ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആക്ച്വലി ഇവിടെയൊക്കെ തെന്നും. കാരണം നമ്മൾ നടക്കുന്നത് നോർമൽ എന്താ പറയുക ടാറിട്ട വഴിയൊന്നുമല്ല. അതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ കുറച്ചും കൂടെ വലിയ കുഴപ്പമില്ല. പിന്നെ അതാ ഒരു ചെറിയ ക്ലിഫ് പോലെയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം കെയർഫുള്ളായിട്ട് തന്നെ നടക്കണം. ഇതാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെവിടെ അത്യാവശ്യം വലിയൊരു കൊക്ക പോലെയാണ്. കൊക്ക എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം പോലെ. അതെ, റോക്ക് ക്ലൈമ്പിങ്ങിന് ആളുകൾ വരുന്നത് ഇവിടെയാണ്. അങ്ങോട്ടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടെത്താ ദൂരത്ത് കിടക്കുവാണ് ഇങ്ങനെ. ഇതൊരു വലിയ ഗ്ലെൻ റോക്ക് സ്റ്റേറ്റ് കൺസർവേഷൻ ഏരിയ എന്ന് പറയുന്നതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ കൺസർവേഷൻ ഏരിയയിൽ പല ഇങ്ങനെ എന്താ പറയുക സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ചാടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്, അതുകൊണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വെള്ളം തെറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ഇതിൽ കൂടെ ആൾക്കാർ റോക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ വരും. അതെ, സാഹസികമായിട്ട് വരാനൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ അത്രയ്ക്ക് സാഹസികതയ്ക്കൊന്നും പോകുന്നില്ല, നോർമൽ സ്ഥലത്തേക്ക് കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഗ്ലെൻ റോക്ക് സ്റ്റേറ്റ് കൺസർവേഷൻ ഏരിയയുടെ ഒരു ഭാഗമാണ്. അത് വലിയൊരു ഏരിയ ആണ്. അതിന് ഒത്തിരി ഇതുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതിങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലം. അപ്പം ഒരു സ്ഥലമാണിത്. വേറെ പലയിടത്തും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം. ഇത് നോക്കുവാണെങ്കിൽ സൂര്യൻ നല്ല അടിപൊളിയായിട്ട് ഉദിച്ച് വരുന്ന സമയമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാമറാമാൻ മാറി. കാരണം ഇച്ചിരി സ്ലിപ്പറി എന്നല്ല, നേരെ പാടിനുള്ള വഴിയല്ല. അപ്പോൾ അതുകൊണ്ട് ബേസിൽ എടുത്തോളാം, എന്നോട് സൂക്ഷിച്ച് നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കാണുന്നില്ലേ ഇങ്ങനെ എന്താ പറയുക, നിലത്ത് നോക്കി നടക്കുക. അതെ, ഇങ്ങനത്തെ വഴികളാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുന്തോറും വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടി വരുന്നുണ്ട് പുഴയിൽ. ഇങ്ങനൊരു മിക്സർ ഓഫ് വഴികളാണ് ഇവിടെ. എന്താ പറയുക, നോർമലായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. നോർമൽ എന്ന് വെച്ചാൽ വേറൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇതുപോലെ മാൻമെയ്ഡ് വഴികളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം മിക്സഡ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ട്രാക്കാണിത്. നമ്മൾ ഈ ബ്രിഡ്ജിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും രണ്ടാമത്തെ ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ അടുത്താണ് നമുക്ക് പുഴ. കുറച്ചും കൂടെ അടുത്ത് നമുക്ക് വെള്ളം കാണാം. കുറച്ചും കൂടെ വെള്ളം ഉണ്ട്, എമൗണ്ട് ഓഫ് വാട്ടർ കൂടി. ഇപ്പം നമ്മൾ മുകളിൽ കണ്ട അതേ സെയിം പുഴയല്ല. അല്ല, ഓക്കെ. അപ്പോൾ ഇത് സെക്കൻഡ് ക്രീക്കാണ്. നമ്മൾ ആദ്യം കണ്ട ക്രീക്കല്ല ഇത്. കാരണം നമ്മൾ ഏകദേശം പാരലായിട്ട് തന്നെ ഒഴുകുന്നൊരു നമ്മൾ ഒരു റൈറ്റ് എടുത്തല്ലേ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനോട് പാരലായിട്ട് തന്നെ ഒഴുകുന്ന ഒരു പുഴയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് പുഴ കുറച്ചും കൂടെ അടുത്ത് കാണാം. അങ്ങനെ നാട്ടിൽ തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലമൊക്കെ പോയിക്കണവർക്ക് ഏകദേശം അതുപോലെയൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മൾ ആ ബ്രിഡ്ജും കടന്ന് അടുത്ത സ്ഥലത്തെത്തി. ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെയൊക്കെ ജസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്ത് ഓരോ പടി വെച്ച് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളുടെ
നടത്തം കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട്. അല്ലാതെ അവർ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല, മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് ഗ്ലെൻ റോക്ക് ലുക്ക് ഔട്ടിലേക്ക് വന്നു. ആ കാണുന്നതാണ് ലുക്ക് ഔട്ട്. അപ്പോൾ അതിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു ലഗൂണാണ്. അതിനെന്തോ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലീച്ചാർട്ട് ലഗൂണെന്നോ അങ്ങനെന്തോ ആണ്. അപ്പോൾ ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും നേരം നടന്നതിൻ്റെ ഒരു കുറച്ചും കൂടെ ടഫായിട്ടുള്ള യാത്രയാണ് ഇനി അങ്ങോട്ടേക്ക്. കാരണം കൂടുതൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റും കാട്, അതെ, നടുക്ക് ലഗൂൺ. നമ്മൾ അവസാനം അവിടെ എത്തും. അതൊരു അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.